তোমার এই অভ্যেস কবে থেকে হয়েছে বলো, কবে থেকে হয়েছে? তোমার কোনো বাধ্যতা নেই। তোমার প্রবলেমটা কি? আমার কোনো প্রবলেম নেই, আমি খুব সুবিধায় আছি। তুমি খুব সুবিধায় আছো আমি বলিনি, আমার যেইটুকু কর্তব্য ওইটুকু করি। আমরা 4 বেলা আলু ভাত খাই, এটাই কি জীবন? মানুষের মতো বাঁচবো, এটাই আমার আশা। এটা কি বেশি? কেন আমাকে কষ্ট দিচ্ছ? কি কষ্ট? তুমি একা কাজ করলে চলবে না, আমিও কাজে আসবো। বলো এটা কষ্ট? তুমি ভালো করে কথা বলবে। তুমি তোমার ভাষা ঠিক করে জানো না, কাজ কি করবে? অন্যের বাড়ি বাসন মাজতে যাবে? এখনো আমার অবস্থা ওরম হয়নি। তোমার স্বামী এখানে আছে, তুমি আজ থেকে বাইরের কাজ কেন করবে? ഇന്നൊരട്ടി സീൻ കാണണം. അയ്യേ ഒരു കോപ്പ് നടക്കല്ലെന്നെ. ഒന്നും നടന്നില്ല, കുഴപ്പമില്ലായിരുന്നു. ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നു അയാൾക്ക്. നിന്റെ ഏണ്ടി? കപ്പ് തീർന്നാ? ആ, എടാ മനുഷ്യന് ഇച്ചിരി സംസ്കാരം. അതെ, എനിക്ക് ഇച്ചിരി സംസ്കാരം കുറവാ. ഞാൻ അതങ്ങ് സഹിച്ചു. എനിക്ക് നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ കൊണ്ടാക്കിയിട്ടില്ലേ അങ്ങേര്, അയാളെ പറഞ്ഞാ മതി. ഇവനെന്റെ തന്തയല്ലേ പറഞ്ഞു? അതെ അതെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. വല്ലതും നടന്നോ? നടന്നു കൂ. മനുഷ്യർ ഉറക്കം കളഞ്ഞ് അവന് കഷ്ടപ്പെട്ട് നോക്കാൻ പറ്റിയല്ല, എല്ലാം അറിയണം. ഗുഡ് നൈറ്റ്. ഓ, എടാ, ആണുങ്ങൾ അയച്ചൊരു ധൈര്യമൊക്കെ വേണം. നമ്മുടെ മുമ്പേ വെച്ചൊരു പെൺകുട്ടിയുടെ പേഴ്സ് ഒരുത്തം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയാ ഒന്ന് സഹായിക്കാൻ പോലും നിൽക്കാതെ പേടിച്ച് ഓട്ടർഷയ്ക്കകത്ത് ഒരു ഒളിച്ചിരിക്കാൻ വേണ്ടത്. Praise the Lord. നല്ല തണ്ണുതടിയൊക്കെ ഉണ്ടല്ലോടാ, അത് പുറത്തു മാത്രം പോരാ, മനസ്സിലും വേണം. അല്ല, നാളെ ഏതെങ്കിലും ഒരുത്തിന് എങ്ങനെയാടാ അയാളുടെ മോളെ നിന്നെ പിടിച്ചേൽപ്പിക്കുന്നേ? അത് പിന്നെ മുണ്ട് കീറിപ്പോയപ്പോ മണ്ടി കീറിപ്പോയപ്പ അയ്യേ. പോ. അല്ല, ശില്പേ 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 മരിയൻ കോളേജ്. ഒളിച്ചോരാ. കുല്ലുടി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ സുരേഷ് ഗോപി, പഞ്ചായത്ത് നിന്നാ. കൊതുക് നിർമ്മാർജ്ജനത്തിന്റെ ബോധവൽക്കരണത്തിനായി വന്ന ഉദ്യോഗസ്ഥനാ. അകത്തേക്ക്. ഒരു ചെറിയ സർവേ ഉണ്ട്. ചെറിയ ചോദ്യങ്ങൾ, ചെറിയ ഉത്തരങ്ങൾ. ഒരു ലീഫ്ലെറ്റ് ഞാൻ അങ്ങോട്ട് തരും, പിന്നെ അല്പം ഉദ്ബോധനവും. അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കൊതുകടിക്കില്ല, പനിയും വരില്ല. ക്യോമാ? মাফ করুন, আমি মালায়ালাম জানি না, আমার স্বামী এখানে নেই। আপনি অন্যদিন আসুন। ഓ, മലയാളി അല്ല അല്ലേ? না। അന്യ സംസ്ഥാന തൊഴിലാളി ഹൂം. হুম അച്ഛാ, എനിക്ക് ഹിന്ദി അറിയില്ല. ഹം വയ്ക്കുമ്പോൾ ഹും വെക്കണം, ഹും വെച്ചാൽ ആപ്പ് വെക്കണം, ഇത്രയൊക്കെ അറിയൂ. ഓ. മലയാളം മനസ്സിലാവുമോ? হুম ഓ, ഭാഗ്യം. ഇവിടെ ഇപ്പൊ ഭർത്താവുണ്ടോ? না। അച്ഛാ, കേൾക്കൂ. ഡെങ്കിപ്പനി വരാതിരിക്കാൻ ഈ സുന്ദരമായ ശരീരത്തിൽ കൊതുക് കടിക്കാതെ നോക്കണം. മുറ്റത്തും പറമ്പിലൊക്കെ കിടക്കുന്ന കാലിപ്പാത്രങ്ങൾ, ചിരട്ടകൾ, ചെടിച്ചട്ടികൾ, ഇവയിലൊന്നും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ പനിയുള്ളവരുമായി സംസർഗം പാടില്ല, ഭർത്താവാണെങ്കിൽ പോലും. മനസ്സിലായോ? ആ. ആ. എന്താ പേര്? দেবজানি। ദേവയാനി. ആപ്കാ നാം അച്ഛാ ഹേ. ഭർത്താവിന്റെ പേരെന്താ? কুমার। കുമാർ. കുട്ടികൾ? নেই। അതെന്താ? ആർക്കാ കുഴപ്പം? അല്ല, ഇപ്പൊ എല്ലാത്തിനും ചികിത്സയുണ്ടേ. ഇനി പിന്നെ ഒരു ഫാഷനായിട്ട് കുട്ടികൾ പിന്നെ മതി എന്നാണെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്വദേശം? বেঙ্গল। ബംഗാൾ.
ഇനം കൊതുകുകൾ കടിച്ചാൽ പോലും നമ്മൾ അറിയില്ല, വൃത്തികെട്ട ഇനങ്ങളാ. പക്ഷെ പനി വേഗം വരും. എന്നാ ദേഹത്ത് നോക്കിയാൽ എളുപ്പം അറിയാൻ കഴിയും, ചുവന്ന് കിടക്കും. ഞാൻ ദേവാന്റെ ശരീരം ഒന്ന് നോക്കട്ടെ. കന്നെത്താത്ത എവിടെയെങ്കിലും കൊതുക് കടിച്ചിട്ടുണ്ടോ എന്ന് അനങ്ങാതെ നിൽക്കൂ, എന്നാലല്ലേ എനിക്ക് ബോധവൽക്കരിക്കാൻ പറ്റും. ഏയ് ഏയ് കിതർ ജാത്തി ഹേ, നിൽക്കൂ നിൽക്കൂ, സ്റ്റോപ്പ്. ও আমার হাত ধরেছিল। എന്നാടാ പ്രശ്നം? ഞാനൊരു പാവം സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇനി തല്ലരുത്, ആളെ കൂട്ടരുത് പ്ലീസ്. പകർച്ചപ്പനി ബോധവൽക്കരണത്തിന് വന്നതാ. അന്യ സംസ്ഥാനക്കാരുടെ ദേഹത്ത് കൊതു കടിച്ച പാടുണ്ടെന്ന് തപ്പി നോക്കിയതാ. സോറി, നമ്മൾ ഒരേ സംസ്ഥാനക്കാരല്ലേ, പ്ലീസ്. അന്യ സംസ്ഥാനക്കാർക്കാണ് നാണോ മോനുമില്ലേ? സോറി, മാപ്പാക്കണം പ്ലീസ്. ഇനി പ്രദേശത്ത് തന്നെ കണ്ട തന്റെ ദേഹം മൊത്തം പാടായിരിക്കും, അത് കൊതു കടിച്ച പാടായിരിക്കില്ല. മനസ്സിലായി. ഞാൻ ഇനി ഈ പ്രദേശത്ത് വരികയില്ല. പോവാ. താങ്ക്സ് ചേട്ടാ. പെങ്ങളെ വരട്ടെ, കൊതു കടിച്ച് പനി വരാതെ നോക്കണേ. ചേട്ടനും ശ്രദ്ധിച്ചോണേ. ടാറ്റാ, ബൈ ബൈ. പാവി ജെല്ലും നിറം പാതാളം. ഗൾഫുകാരനെ കിട്ടിയപ്പോ അവളങ്ങ് പോയി അല്ലേ? എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെടാ, കാശ് ലവലാദികള്. നീ തന്നെ അറിഞ്ഞിട്ടാ എന്നെ ഇഷ്ടമാണെന്നോ എന്റെ കൂടെ പുറത്താണെന്നോ അവൾ എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓഹോ, അപ്പൊ അവളെന്നാ ഫോട്ടോ ചെറുക്കൻ്റെ കൊടുത്തുവിട്ടോ? എടാ ഫോട്ടോ കൊടുത്തു വിട്ടത് വലിയ കാര്യമാണോ? അതൊരു പടം വരച്ച് കിട്ടാൻ വേണ്ടിട്ടല്ലേ. ഓഹോ, ആ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് നീ എത്ര സ്വപ്നങ്ങൾ കണ്ടാടാ? നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. ആഗ്രഹം കൂടുമ്പോൾ സ്വപ്നം കാണും. അതിനുള്ള അവകാശങ്ങൾ വേണ്ടടാ. നീ എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? അവളൊന്ന് കാണണം, ആ ഫോട്ടോ കൊടുക്കണം, പിന്നെ അവൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ ആ പടവും കൊടുക്കണം. നിനക്ക് വേറെ പണിയില്ലേ? കീറി ദൂരെ കളടാതല്ല. മോശമല്ലടാ, ആ ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടാവും. അത് വേണ്ട, അവളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. സിബി, വാ ശിവിച്ചേട്ടാ, വാ. ശരി. ആ ബാബുക്കുട്ടനോ, എന്താ താമസിച്ചേ? പപ്പയും മമ്മിയൊക്കെ എവിടെ? അവര് വരും. ആ, ഇത് ശിവിച്ചേട്ടൻ, ഞങ്ങളുടെ വാടകയ്ക്ക് താമസിക്കുന്ന. ആ അറിയാം. മക്കളെ ഇരിക്കി. സാജിത, ആ അകത്തേക്ക് ചെല്ല്. വാ ചേട്ടാ. ഓ, അങ്ങോട്ട് ഇരിക്ക്. ശിവിച്ചേട്ടാ, ദേ ടീച്ചർ. ടീച്ചറെ ശിവിച്ചേട്ടൻ. എല്ലാവിധ ആശംസകളും. താങ്ക്സ്.